മനുഷ്യരെ മൃഗതുല്യരായി കണ്ട ഒരു ഭൂതകാലം അകലെയൊന്നുമല്ലാതെ ഈ ലോകത്തുണ്ട്. പട്ടികൾക്കും കറുത്ത വർഗ്ഗക്കാർക്കും പ്രവേശനമില്ലെന്ന ബോർഡ് വെച്ച നിരവധി റെസ്റ്റോറന്റുകൾ യൂറോപ്പിൽ 18-19 നൂറ്റാണ്ടുകളിൽ ധാരാളം ഉണ്ടായിരുന്നു. പിന്നീട് കുറെ കൂടി പുരോഗമിച്ച ലോകവീക്ഷണവും വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും മനുഷ്യരെ മനുഷ്യരായി കാണാനുള്ള പാഠം നൽകി. എന്നാൽ ആ നെറികെട്ട ഭൂതകാലത്തിലേക്കുള്ള തിരിച്ചുപോക്കിന് ലോകം തയ്യാറെടുക്കുകയാണോ എന്ന് സംശയിക്കുന്നു. അമേരിക്കയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെടുന്നത്. 6ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇതിനോടകം തന്നെ അമേരിക്കയിൽ വെടിയേറ്റു മരിച്ചു. ഒരാളെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുന്ന സന്ദർഭം വരെ ഉണ്ടായി. തെലങ്കാന സ്വദേശിയായ മുഹമ്മദ് നിസാമുദ്ദീനാണ് അടുത്തിടെ വെടിയേറ്റ് മരിച്ചത്. ഈ വർഷം ജനുവരിയിൽ വിവേക് സൈനി എന്ന വിദ്യാർത്ഥിയും സമാന രീതിയിൽ കൊല്ലപ്പെട്ടിരുന്നു. കൊൽക്കത്തക്കാരനായ അമർനാഥ് ഘോഷ് ഫെബ്രുവരിയിലും. വംശീയ വിദ്വേഷമാണ് എല്ലാ കൊലകളുടെയും കാരണം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം വ്യാപകമായി പ്രചരിച്ച കുടിയേറ്റ നയമാണ് അമേരിക്കൻ സമൂഹത്തിൽ ഇന്ത്യക്കാർക്കെതിരെ വെറുപ്പുണ്ടാക്കിയത്. ബ്രിട്ടനിലും മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യൻ വംശജർക്ക് നേരെ വ്യാപകമായ അക്രമം നടക്കുന്നുണ്ട്. വംശീയത തന്നെയാണ് ഇവിടെയും കാരണം. വംശീയതയുടെ വ്യാപകമായ തിരിച്ചുവരവിലും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിശബ്ദരാണ്. അമേരിക്കയിൽ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ പോലും കടുത്ത അലംഭാവമുണ്ടായി. തിരിച്ചുവരുന്ന വംശവെറിയിൽ ഇന്ത്യൻ വംശജർ കടുത്ത ആശങ്കയിലാണ്. ഇതിനെ നിയന്ത്രിക്കാൻ വിദേശകാര്യ മന്ത്രാലയം കാര്യക്ഷമമായി ഇടപെട്ടേ പറ്റൂ.